എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് നമ്മുടെ അണ്ടർടേക്കർ റെസിൽമേനിയയിൽ വരാതെ എന്തിനാണ് റോ എന്ന ഷോയിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റെസിൽമേനിയ എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നത് തന്നെ അണ്ടർടേക്കർ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണെ ആസ്പദമാക്കിയിട്ടാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ റെസിൽമേനിയ 35 അണ്ടർടേക്കർ എന്നുള്ള വ്യക്തി റെസിൽമേനിയയിൽ വന്നിട്ടില്ല. ആരാധകർക്ക് വളരെയേറെ നിരാശയുണ്ടാക്കിയെങ്കിലും പക്ഷേ അതൊന്നും ആ ഒരു റെസിൽമേനിയയിൽ അധികം കണ്ടില്ല. കാരണം അതിലും ഏറെ രസകരമായ മാച്ചുകളെല്ലാം റെസിൽമേനിയയിൽ കൊണ്ടുവരാൻ WWEക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ റെസിൽമേനിയ നടക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഈ റെസിൽമേനിയയുടെ ആ ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ആ ഒരു മാച്ചിനൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് WWE ചെയ്ത വലിയൊരു പ്ലാനിന് ഉത്തരം തന്നെയാണ്. എന്നിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അടുത്ത റോയിൽ തന്നെ അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത് WWE ചെയ്ത ഏറ്റവും വലിയ നീക്കങ്ങളിൽ ഒന്ന് തന്നെയാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ റോയിൽ അണ്ടർടേക്കർ എലയസിനെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് പോയത്. ഇത് ജൂണിൽ നടക്കുന്ന സൗദി അറേബ്യയിലെ ഒരു ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻ ധാരണ മാച്ചിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റോറി ലൈനായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അണ്ടർടേക്കറിന്റെ ഈ ഒരു തിരിച്ചുവരവ് അണ്ടർടേക്കർ ഫാൻസിന് മാത്രമല്ല WWEയിലെ ഫാൻസിന് വരെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു തിരിച്ചുവരവാണ്. കാരണം അണ്ടർടേക്കറിന്റെ ഇപ്പോഴത്തെ ശരീരം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത്യാവശ്യം നല്ലൊരു ഫിസിക്കൽ ബോഡി തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളായി അണ്ടർടേക്കറിന്റെ നല്ല ഒരു മാച്ച്, അതായത് അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മാച്ച് കണ്ടിട്ട് ഒരുപാട് നാളായി. ആ ഒരു മാച്ച് നമുക്ക് ജൂണിൽ സൗദി അറേബ്യയിൽ വെച്ച് കാണാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ WWE എന്തുകൊണ്ട് അണ്ടർടേക്കറിനെ റെസിൽമേനിയയിൽ നിന്നും ഒഴിവാക്കി അതിനു പകരം സൗദി അറേബ്യയിലെ ഇവന്റിൽ കൊണ്ടുവന്നിട്ടു എന്നുള്ളതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, WWEക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു WWE എന്ന് പറയുന്ന ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സൗദി അറേബ്യയിലെ ടീമുകളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാച്ചുകളെല്ലാം തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കി, അതുപോലെ തന്നെ മാക്സിമം സൂപ്പർ സ്റ്റാർസിനെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് WWE പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ റെസിൽമേനിയ 35 WWEക്ക് കിട്ടിയ ലാഭം $16.9 മില്യൺ ആണ്. എന്നാൽ കഴിഞ്ഞ ഗ്രേറ്റസ്റ്റ് റോയൽ റംബിളിൽ WWEക്ക് കിട്ടിയ ലാഭം $50 മില്യൺ ആണ്. അതുപോലെ തന്നെ ക്രൗൺ ജുവലിൽ WWEക്ക് കിട്ടിയ ലാഭം $25 മില്യൺ ആണ്. അപ്പോൾ റെസിൽമേനിയ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് ലാഭം കിട്ടുന്നത് സൗദി അറേബ്യയിലെ മാച്ചുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് മാക്സിമം സൗദി അറേബ്യൻ ഇവന്റുകളിലേക്ക് മാക്സിമം സൂപ്പർ സ്റ്റാർസിനെയും അതുപോലെ തന്നെ അണ്ടർടേക്കർ പോലെയുള്ള മെയിൻ ലെജൻഡ് സൂപ്പർ സ്റ്റാർസിനെയും ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ ഇവിടെ ഇവന്റ് നടത്തുന്ന ടീംസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എത്ര ക്യാഷ് ആയാലും വേണ്ടിയില്ല, അണ്ടർടേക്കർ പോലെയുള്ള ലെജൻസിനെ എന്തായാലും തങ്ങളുടെ ഷോയിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അണ്ടർടേക്കറിന് എത്രയോ അധികം തുകയ്ക്കാണ് ഈ ഒരു സൗദി അറേബ്യൻ ഷോയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ അധികം മാച്ചുകളൊന്നും കളിക്കുന്നില്ല. അദ്ദേഹം കളിക്കുന്ന മാച്ചുകളെല്ലാം തന്നെ വളരെ കുറവാണ്. അതുപോലെ തന്നെ മെയിൻ ഇവൻറ്റ്സിൽ മാത്രമേ ഇപ്പോൾ അദ്ദേഹം വരാറുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത്രയ്ക്കും പഴയതുപോലെ നിൽക്കാൻ കഴിയുന്നില്ല. സ്റ്റാമിനയെല്ലാം അദ്ദേഹത്തിന് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്പെസിഫിക് ഇവൻറ്റിലേക്ക് വേണ്ടി മാത്രം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജൂണിൽ നടക്കാൻ പോകുന്ന സൗദി അറേബ്യൻ ഇവൻറ്റിൽ അണ്ടർടേക്കർ വേഴ്സസ് എലയസ് ഒരു മാച്ച് ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം 100% ഷുവറായ കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.